ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം പഠിക്കാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 12-ാം അധ്യായമാണ്. 12-ാം അധ്യായത്തിൽ ജഫ്തായുടെ വിജയം കണ്ടിട്ട് എഫ്രായിംകാർ ജഫ്തയോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ കൂടി എന്താ കൂട്ടാഞ്ഞെന്ന് ചോദിച്ച് കയർക്കാൻ ചെല്ലുന്നത് നാം കാണുന്നു. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. വിജയം വരുമ്പോൾ അതിൽ പങ്കുചേരാനും കഷ്ടതകൾ വരുമ്പോൾ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവങ്ങൾ അത് ജഫ്തയും നേരിട്ടു. വീണ്ടും നമ്മൾ തുടർന്ന് വന്ന ന്യായാധിപന്മാരുടെ കാര്യങ്ങളാണ്. ഇബ്സാൻ, ഏലോൻ, അബ്ദോൻ. സ്നേഹ ഈശോയെ, അങ്ങയുടെ സ്നേഹ സാമ്രാജ്യത്തിൽ ഞങ്ങളെ അംഗങ്ങളാക്കിയിരിക്കുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. അങ്ങയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുവാനും ധാരാളം ആത്മാക്കളെ അങ്ങയ്ക്കായി നേടുവാനും ഞങ്ങളുടെ എളിയ ജീവിതങ്ങളെ അങ്ങ് തൃക്കരം നീട്ടി അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആമീൻ. 1. ആരാണ് യുദ്ധത്തിനൊരുങ്ങി സഫോണിലേക്ക് ചെന്നത്? എ. ബെഞ്ചമിൻകാർ, ബി. എഫ്രായിംകാർ, സി. സെബുലോൺകാർ. ശരിയുത്തരം ഓപ്ഷൻ ബി, എഫ്രായിംകാർ. 2. അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്തുകൊണ്ട്? ആര് ആരോട് ചോദിച്ചു? എ. ബെഞ്ചമിൻകാർ ജഫ്തായോട്, ബി. എഫ്രായിംകാർ ജഫ്തയോട്, സി. എഫ്രായിംകാർ ഗിദെയോനോട്. ശരിയുത്തരം ഓപ്ഷൻ ബി, എഫ്രായിംകാർ ജഫ്തയോട്. 3. ആര് ആരോട് പറഞ്ഞു? നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. എ. എഫ്രായിംകാർ ജഫ്തയോട്, ബി. എഫ്രായിംകാർ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട്, സി. എഫ്രായിംകാർ ജഫ്തയുടെ ദൂതനോട്. ശരിയുത്തരം ഓപ്ഷൻ എ, എഫ്രായിംകാർ ജഫ്തയോട്. 4. ജഫ്തായും ജനവും ആരുമായി വലിയ കലഹത്തിലായപ്പോഴാണ് എഫ്രായിംകാരെ സഹായത്തിന് വിളിച്ചപ്പോൾ രക്ഷിക്കാതിരുന്നത്? എ. ഫിലിസ്തീയർ, ബി. അമ്മോര്യർ, സി. അമ്മോന്യർ. ശരിയുത്തരം ഓപ്ഷൻ സി, അമ്മോന്യർ. 5. എഫ്രായിംകാർ ജഫ്തയെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ജഫ്ത എങ്ങനെയാണ് അമ്മോന്യർക്കെതിരെ ചെന്നത്? എ. സൈന്യസമേതം, ബി. സുസജ്ജരായി, സി. ജീവൻ കയ്യിലെടുത്ത്. ശരിയുത്തരം ഓപ്ഷൻ സി, ജീവൻ കയ്യിലെടുത്ത്. 6. കർത്താവ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ആരെ, ആർക്ക്? എ. അമ്മോന്യരെ ജഫ്തായ്ക്ക്, ബി. അമോര്യരെ ജഫ്തായ്ക്ക്, സി. അമ്മോന്യരെ ജായിറിന്. ശരിയുത്തരം ഓപ്ഷൻ എ, അമ്മോന്യരെ ജഫ്തായ്ക്ക്. 7. എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നു. ആര് ആരോട് ചോദിച്ചു? എ. ജഫ്ത അമ്മോന്യരോട്, ബി. ജഫ്ത അമോര്യരോട്, സി. ജഫ്ത എഫ്രായിംകാരോട്. ശരിയുത്തരം ഓപ്ഷൻ സി, ജഫ്ത എഫ്രായിംകാരോട്. 8. ജഫ്ത ആരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്തു? എ. ഗിലെയാദുകാരെ, ബി. ശെഖംകാരെ, സി. സുക്കോത്തുകാരെ. ശരിയുത്തരം ഓപ്ഷൻ എ, ഗിലെയാദുകാരെ. 9. ഗിലെയാദുകാർ എഫ്രായിംകാരെ തകർത്ത് കളഞ്ഞതെന്തുകൊണ്ട്? എ. ഗിലെയാദുകാർ എഫ്രായിമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായിംകാർ പറഞ്ഞതുകൊണ്ട്, ബി. ഗിലെയാദുകാർ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായിംകാർ പറഞ്ഞതുകൊണ്ട്, സി. ഗിലെയാദുകാർ അഭയാർത്ഥികളാണെന്ന് എഫ്രായിംകാർ പറഞ്ഞതുകൊണ്ട്. ശരിയുത്തരം ഓപ്ഷൻ എ, ഗിലെയാദുകാർ എഫ്രായിമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായിംകാർ പറഞ്ഞതുകൊണ്ട്. 10. എഫ്രായിംകാരോടെതിർത്ത് ഗിലെയാദുകാർ ഏത് കടവുകൾ പിടിച്ചെടുത്തു? എ. ഹാരോദ് നീരുറവയുടെ, ബി. ജോർദാൻ്റെ, സി. ജാബോക്കിൻ്റെ. ശരിയുത്തരം ഓപ്ഷൻ ബി, ജോർദാൻ്റെ. 11. എഫ്രായിമിൽ നിന്ന് ഡാഷ് എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ പൂരിപ്പിക്കുക. എ. ഒരുവൻ,
ബി ഒരാൾ, സി ഒരഭയാർത്ഥി. ശരിയുത്തരം ഓപ്ഷൻ സി ഒരഭയാർത്ഥി. 12. അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ഒരഭയാർത്ഥി ചോദിച്ചാൽ എന്താണ് ഗിലെയാദുകാർ ചോദിക്കുന്നത്? ഓപ്ഷൻ എ, നീ എവിടെ നിന്ന് വരുന്നു? ബി, നീ ഒരു എഫ്രൈംകാരനാണോ? സി, നീ എവിടെ പോകുന്നു? ശരിയുത്തരം ഓപ്ഷൻ ബി, നീ ഒരു എഫ്രൈംകാരനോ. 13. എഫ്രൈംകാരനല്ല എന്ന് അവൻ പറഞ്ഞാൽ അവനോട് എന്ത് ഉച്ചരിക്കാൻ ഗിലെയാദുകാർ പറയും? എ, ഷിബ്ബോലത്ത്, ബി, സിബ്ബോലത്ത്, സി, ഷിബ്ബോലത്ത്. ശരിയുത്തരം ഓപ്ഷൻ സി, ഷിബ്ബോലത്ത്. 14. ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറഞ്ഞാൽ അവനെ ഗിലെയാദുകാർ എന്ത് ചെയ്യും? എ, അവനെ പിടിച്ചു കൊല്ലും. ബി, അവനെ പിടിച്ച് ജോർദാൻ്റെ കടവുകളിൽ വെച്ച് കൊല്ലും. സി, അവനെ ജോർദാൻ്റെ കടവുകളിൽ വെച്ച് കൊല്ലും. ശരിയുത്തരം ഓപ്ഷൻ ബി, അവനെ പിടിച്ച് ജോർദാൻ്റെ കടവുകളിൽ വെച്ച് കൊല്ലും. 15. എത്ര എഫ്രൈംകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു? എ, 40,000, ബി, 40,000, സി, 10,000. ശരിയുത്തരം ഓപ്ഷൻ എ, 40,000. 16. ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? എ, 6, ബി, 7, സി, 8. ശരിയുത്തരം ഓപ്ഷൻ എ, 6. 17. ജഫ്ത എവിടെ അടക്കപ്പെട്ടു? എ, ഹെബ്രോണിൽ, ബി, ജെറുസലേമിൽ, സി, ഗിലെയാദിൽ. ശരിയുത്തരം ഓപ്ഷൻ സി, ഗിലെയാദിൽ. 18. ഇബ്സാൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? എ, 6, ബി, 7, സി, 8. ശരിയുത്തരം ഓപ്ഷൻ ബി, 7. 19. ഇബ്സാൻ്റെ സ്വദേശം? എ, ബെത്ലഹേം, ബി, ഗിലെയാദ്, സി, ഹെബ്രോൺ. ശരിയുത്തരം ഓപ്ഷൻ എ, ബെത്ലഹേം. 20. അവന് 30 പുത്രന്മാരും സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന 30 പുത്രിമാരും തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച 30 പുത്രിമാരും ഉണ്ടായിരുന്നു. ആർക്ക്? എ, ഇബ്സാന്, ബി, ഏലോന്, സി, അബ്ദോന്. ശരിയുത്തരം ഓപ്ഷൻ എ, ഇബ്സാന്. 21. ഇബ്സാൻ എവിടെ അടക്കപ്പെട്ടു? എ, ബെത്ലഹേമിൽ, ബി, ഗിലെയാദിൽ, സി, അയ്യാലോണിൽ. ശരിയുത്തരം ഓപ്ഷൻ എ, ബെത്ലഹേമിൽ. 22. ഏലോൻ ഏത് ഗോത്രജനാണ്? എ, സെബുലോൺ, ബി, നഫ്താലി, സി, ബെഞ്ചമിൻ. ശരിയുത്തരം ഓപ്ഷൻ എ, സെബുലോൺ. 23. ഏലോൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? എ, 6, ബി, 7, സി, 10. ശരിയുത്തരം ഓപ്ഷൻ സി, 10. 24. ഏലോനെ എവിടെ സംസ്കരിച്ചു? എ, അയ്യാലോണിൽ, ബി, സെബുലൂൺ ദേശത്ത് അയ്യാലോണിൽ, സി, സെബുലൂൺ ദേശത്ത്. ശരിയുത്തരം ഓപ്ഷൻ ബി, സെബുലൂൺ ദേശത്ത് അയ്യാലോണിൽ. 25. അബ്ദോൻ ആരുടെ മകനാണ്? എ, ഗേരയുടെ, ബി, പിറത്തോന്യനായ ഹില്ലേലിൻ്റെ, സി, അബിനോവാമിൻ്റെ. ശരിയുത്തരം ഓപ്ഷൻ ബി, പിറത്തോന്യനായ ഹില്ലേലിൻ്റെ. 26. അവന് 40 പുത്രന്മാരും 30 പൗത്രന്മാരും ഉണ്ടായിരുന്നു. അവർക്ക് സഞ്ചരിക്കാൻ 70 കഴുതകളും ഉണ്ടായിരുന്നു. ആർക്ക്? എ, ഇബ്സാന്, ബി, ഏലോന്, സി, അബ്ദോന്. ശരിയുത്തരം ഓപ്ഷൻ സി, അബ്ദോന്. 27. അബ്ദോൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? എ, 6, ബി, 7, സി, 8. ശരിയുത്തരം ഓപ്ഷൻ സി, 8. 28. അബ്ദോൻ എവിടെ സംസ്കരിക്കപ്പെട്ടു? എ, എഫ്രൈം ദേശത്തെ പിറതോനിൽ, ബി, അമലേക്കരുടെ മലനാട്ടിൽ, സി, അമലേക്കരുടെ മലനാട്ടിൽ എഫ്രൈം ദേശത്തെ പിറതോനിൽ. ശരിയുത്തരം ഓപ്ഷൻ സി, അമലേക്കരുടെ മലനാട്ടിൽ എഫ്രൈം ദേശത്തെ പിറതോനിൽ.
29. ന്യായാധിപന്മാർ അധ്യായം 12 എത്ര വാക്യങ്ങളുണ്ട്? എ 13, ബി 15, സി 18. ശരിയുത്തരം ഓപ്ഷൻ ബി 15. 30. ന്യായാധിപന്മാർ അധ്യായം 12 എത്ര ന്യായാധിപന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? എ 3, ബി 4, സി 5. ശരിയുത്തരം ഓപ്ഷൻ ബി 4. താങ്ക് യു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത, ലൈക്ക് ചെയ്ത, ഷെയർ ചെയ്ത എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആമീൻ.